60-70 കോടി രൂപ സംഘടനയ്ക്ക് ഒരു വർഷം കിട്ടുന്നതെന്ന് കേരളത്തിൽ ആരും അറിയുന്ന പോലുമില്ല. അൺഫോർച്ചുനേറ്റ്ലി പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അധ്യാപക സംഘടനകൾ പോലും ഈ വിദ്യാർത്ഥികളുടെ കീഴിലാണ്. 54 ലക്ഷം രൂപ, അതിൽ യുവജനോത്സവം നടത്താൻ 30 ലക്ഷം, പിന്നെ മറ്റ് പല പരിപാടികൾ നടത്താൻ, അതിൽ ഞങ്ങൾക്ക് ഇനിയും ഒരു 50 ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതാണ് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് കോടതി പറഞ്ഞ ഇതൊന്നുമല്ല, അലോട്ട് ചെയ്ത പൈസ തന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മളോട് ആവശ്യപ്പെട്ടതോ അങ്ങ് യൂണിയൻ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പിരിച്ചുവിട്ടത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിരിച്ചു വിട്ടിട്ടില്ലല്ലോ. ഞാൻ തന്നെ 2 യൂണിവേഴ്സിറ്റി കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? ആരോഗ്യ സർവകലാശാലയിൽ വളരെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന എന്നെ യൂണിവേഴ്സിറ്റി കേരളയുടെ ചുമതല ഏൽപ്പിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാവുന്നത്? നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച നിലവാരത്തിലാണെന്ന് നേട്ടങ്ങൾ നിരത്തിയാണ് ഭരണകൂടം വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങളാണുള്ളത്, നിരവധി വിഷയങ്ങളാണുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കേരള സർവകലാശാല ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. നമസ്തേ. നമ്മുടെ സർവകലാശാലകളിലുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും പ്രത്യേകിച്ച് വൈസ് ചാൻസലർമാരെ ഉപരോധിക്കുന്ന അടക്കമുള്ള നിരവധി വിഷയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തും അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇത് ഒരു ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുന്നത്? നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ സമാധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിശേഷിച്ചും നമ്മൾ നോക്കേണ്ടത് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും പബ്ലിക് കോളേജുകളിലുമാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിന് വെളിയിലും പല സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ, ഇവിടെയൊക്കെ തന്നെ അസമാധാനമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും മികച്ച കുട്ടി ജോയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്, ഏറ്റവും റാങ്കുള്ള കുട്ടി ജോയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്, ഏറ്റവും റാങ്കുള്ള കുട്ടി ജോയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് കോളേജിലാണ്. ഇപ്പോൾ അതിന് ആളുകൾ മടി കാണിക്കുന്നു. കാരണം അവിടെ സമാധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അധികം ഫീസുള്ള, ഒരുപക്ഷെ അത്ര മികച്ച അധ്യാപകർ പോലും ഇല്ലാത്ത പ്രൈവറ്റ് സ്കൂളിലും കോളേജുകളിലും കുട്ടികളെ, ഈവൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും അവരുടെ കുട്ടികളെയും ഒക്കെ എവിടെ കൊണ്ടുപോകുന്നത്? സ്വകാര്യ സ്ഥാപനങ്ങളിൽ. അപ്പോൾ അതേസമയം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന മികവാർന്ന അധ്യാപകരുള്ള സ്ഥലം ഗവൺമെൻറ് സ്കൂളുകളിലാണ്, ഗവൺമെൻറ് കോളേജുകളിലാണ്. അവിടെ നിത്യവും സമരമാണ്. ആ സമരത്തിൻ്റെ പേരിൽ അവിടെ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്, സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നില്ല. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന ആളുകളാകട്ടെ വളരെ കുറച്ച് പേരാണ്. അപ്പോൾ ഞാനിപ്പം പല സമരങ്ങളെയും നേരിടുകയാണ്. അപ്പോൾ ഇതിൽ ചില നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ സാമാന്യ ബുദ്ധിയുള്ളവരാണോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ ഇങ്ങനെ രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഒരു പക്ഷേ ഡ്രഗ് അഡിക്റ്റ് ആകുവാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകളാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്. ഇവരാകട്ടെ ഒരുപക്ഷെ ഒരിടത്തും പഠിക്കുന്നുണ്ടാവില്ല. അവർ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് 2-3 വർഷം ആ വിദ്യാർത്ഥിയായിട്ട് അവിടെ എല്ലാ കലാപങ്ങളും ഉണ്ടാക്കി നടക്കുന്നു. 3-ാം വർഷം അവർ കോളേജിൽ നിന്ന് പുറത്താകുമ്പോൾ മറ്റൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ തുടരെ ഈ വിദ്യാഭ്യാസം എന്നതൊരു പ്രൊഫഷനാക്കി കൊണ്ടുപോവുകയാണ് ഇവർ. ഇങ്ങനെ പഠിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവരാണ് നിത്യമായിട്ട് നേതാക്കന്മാർ. പിന്നെ ഈ നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള ഇത് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുള്ളൊരു ഏർപ്പാടാണ്. കാരണം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന് 54 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. അപ്പോൾ ഈ പണം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവരാണ് ഈ പൈസ എടുക്കുന്നത്. അപ്പോൾ 54 ലക്ഷം രൂപ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അങ്ങനെ 14 യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ 8-10 കോടി. ഇതുകൂടാതെ ഈ ആക്ടിവിറ്റീസിൻ്റെ പേരിൽ പിരിക്കുന്ന പണം അതും ഒരു 8-10 കോടി. പിന്നെ നമ്മുടെ കോളേജുകളിലെല്ലാം യൂണിറ്റുകളുണ്ട്, അതൊക്കെ തന്നെ സംഘടനകളാണ് നേതൃത്വം നൽകുന്നത്, പലപ്പോഴും ഒരു സംഘടന തന്നെ. അങ്ങനെ ഏകദേശം 60-70 കോടി രൂപ സംഘടനയ്ക്ക് ഒരു വർഷം കിട്ടുന്നതെന്ന് കേരളത്തിൽ ആരും അറിയുന്ന പോലുമില്ല. ഈ പണം അവരുപയോഗിക്കുകയാണ്.
ഈ പണം അവർ ഉപയോഗിച്ചിട്ട് എല്ലാ കലാപ പ്രകടനങ്ങളും നടത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന അക്രമങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പോലീസിനെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അത് ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് വയലൻ്റാകുന്ന ആവേശം തോന്നുന്ന രീതിയിലല്ല. തീർച്ചയായിട്ടും ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ പെരുമാറ്റം പോലെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ നമ്മുടെ ക്യാമ്പസുകളിൽ വലുതായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറയുന്നതും ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. ഇത് പൊതുവെ വിദ്യാർത്ഥി സംഘടനകൾക്കുള്ള ഒരു പൊതു സ്വഭാവമാണോ അങ്ങ് പറയുന്നത്? പൊതു സ്വഭാവമല്ല. കാരണം ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സംഘടനയാണെന്ന്. അവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്കാണ് ഈ 100 കോടി രൂപ കിട്ടുന്നതും. അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവരുടെ നേതാക്കന്മാരാണ് പരസ്യമായിട്ട് വൈസ് ചാൻസലറെയൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, പിന്നെ ഇവരുടെ ചീത്ത വിളിയിൽ വീഴുന്ന ആളുകളല്ല. പക്ഷെ അങ്ങനെ വൈസ് ചാൻസലർമാരെ, അധ്യാപകരെ ഒക്കെ ചീത്ത വിളിക്കുന്ന ഇങ്ങനൊരു ധൈര്യം ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം ആക്രമണങ്ങൾ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ മാത്രമല്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഒരു വക്കീൽ അച്ഛനെ വെട്ടിക്കൊന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവിടെയൊക്കെ അതിൻ്റെ അടിയിൽ ഒരു ഡ്രഗ് അഡിക്ഷനും അതിൻ്റെ അടിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മാനസിക നില തെറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആസ് എ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ അക്രമങ്ങൾക്കും മറ്റുമൊക്കെ പിടിക്കപ്പെടുന്ന ആളുകളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നറിയേണ്ട ഡോപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ വയലൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജുകളുണ്ട്, മിടുക്കന്മാരായ വിദ്യാർത്ഥികളുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ അവരെ കൃത്യമായി പ്രവർത്തിക്കാൻ അവർക്ക് അനുവാദം കിട്ടുന്നില്ല. അവരുടെ മുകളിൽ ഈ ആളുകൾ കൈയടക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അധ്യാപക സംഘടനകൾ പോലും ഈ വിദ്യാർത്ഥികളുടെ കീഴിലാണ്. ഈ വിദ്യാർത്ഥികളാണ് അധ്യാപക സംഘടനയ്ക്ക് നിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു റാക്കറ്റിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. അല്ല സാർ, ഇത് വളരെ പെട്ടെന്നുണ്ടായൊരു പ്രവണതയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാലങ്ങളായി എന്തുകൊണ്ട് ഒരു സർക്കാരിന് പോലും ഇതിനകത്തൊരു നിയന്ത്രണം വരുത്താൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതോ ഇത് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന ഒരു പ്രവണതയാണോ ഇത്? അല്ലല്ല, ഇത് കുറച്ച് നാളുകളായിട്ട് പതുക്കെ വർദ്ധിക്കുന്നതാണ്. ഇത് എല്ലാ സർവകലാശാലകളിലും ഒരുപോലെയെന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് ആരോഗ്യ സർവകലാശാല, അവിടെയാണ് ഞാൻ പ്രാഥമികമായിട്ട് വൈസ് ചാൻസലറായിട്ടുള്ളത്. അവിടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിൽ, നഴ്സിംഗ് കോളേജുകളിൽ, ഫാർമസി കോളേജുകളിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ലക്ഷ്യബോധമുണ്ട്. അതനുസരിച്ച് അവിടെ പഠിക്കുന്നു. ഇത്തരം കലാപങ്ങൾ അവിടെ തീരെയില്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇത്തരം സംഘടനകൾക്കും അവിടെ വളരാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സംഘടനകൾക്കൊന്നും അവിടെ വളരാൻ കഴിയുന്നില്ല. എങ്കിലും അവർ കുറേയൊക്കെ വളരുന്നുണ്ട്. അവിടെയും യൂണിയനുകളൊക്കെ അവർ പിടിച്ചെടുക്കും. യൂണിയനുകളൊക്കെ പിടിച്ചെടുത്തിട്ട് യൂണിയൻ്റെ പൈസയൊക്കെ അവർ പിടിച്ചു വാങ്ങിക്കും. പക്ഷേ വലിയ കലാപത്തിന് മറ്റു കുട്ടികൾ സഹായിക്കാറില്ല. പരമാവധി അവർ ശ്രമിച്ചിട്ടും കുട്ടികളെ സഹായിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, അവിടെ മെജോറിറ്റി കോളേജുകൾ പ്രൈവറ്റ് കോളേജുകളാണ്. പ്രൈവറ്റ് കോളേജുകളിൽ ഇത്തരം ആക്രമണങ്ങൾ മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നില്ല. ഗവൺമെൻറ് കോളേജുകളിലാണ് ഇത്തരം ആക്രമണങ്ങൾ വരുന്നത്. അത് അവിടെ കുറവാണ്. അതൊന്ന്. രണ്ട്, യൂണിവേഴ്സിറ്റിയുടെ അത്യുന്നത ഭരണസമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലിൽ രാഷ്ട്രീയക്കാരും തന്നെ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരൻ പോലും അതിനകത്തില്ല. അതിനകത്ത് മുഴുവൻ പ്രൊഫഷണൽസാണ്. മെഡിക്കൽ, നഴ്സിംഗ്, ഡെൻ്റൽ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ ഭരണം വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. അതേസമയം കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സിൻഡിക്കേറ്റ് മെമ്പർ, ഭരണസമിതിക്കാർ, അവർ മുഴുസമയ രാഷ്ട്രീയക്കാരാണ്. മുഴുസമയ രാഷ്ട്രീയക്കാർ മോശക്കാരൊന്നുമല്ല, മികവാർന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാടിന് നേതൃത്വം നൽകുന്നത് ഒരു പല തലത്തിൽ. പക്ഷേ ഇവിടെ വരുന്നത് ഒരു മികവില്ലാത്ത രാഷ്ട്രീയക്കാരെ, ഒരുപക്ഷെ ഒരിടത്തും ശോഭിക്കാൻ സാധ്യതയില്ലാത്ത രാഷ്ട്രീയക്കാരെ കൊണ്ടിടുന്ന സ്ഥലമായി. അപ്പോൾ അവരുടെ പരിമിതമായ കഴിവും അവരുടെ പരിമിതമായ ബുദ്ധിയും അവരുടെ വലിയൊരു കലാപവാസനയും ആണ് അവിടെ യൂണിവേഴ്സിറ്റികളുടെ നാശത്തിന് കാരണം. അത് കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ, കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആകട്ടെ, അവിടെയൊക്കെ ഇത്തരം ആളുകളാണ് അവിടെ. ആലോചിച്ച് നോക്കൂ, വൈസ് ചാൻസലർക്കെതിരായിട്ട് ആക്രമണം. വൈസ് ചാൻസലർ എന്തിനു പഴിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ വിദ്യാർത്ഥികൾക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യൂണിവേഴ്സിറ്റി തല്ലിപ്പൊളിച്ചു. വൈസ് ചാൻസലറുടെ വീട് വന്ന് ആക്രമിച്ചു. അവസാനം ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ പറഞ്ഞെന്താണ്? വൈസ് ചാൻസലർ
കൊടുത്ത പണം അവിടുത്തെ സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറുടെ കയ്യിലുണ്ട്, അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാണ്. വൈസ് ചാൻസലർ ഈ പിക്ചറിലേ ഇല്ല. അതായത് വൈസ് ചാൻസലർ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജൂലൈയിൽ 10 ലക്ഷവും ജനുവരിയിൽ 14 ലക്ഷവും അടക്കം 24 ലക്ഷം രൂപ സാങ്ഷൻഡാണ്. അത് അദ്ദേഹം സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറാണ് കുട്ടികൾക്ക് പൈസ കൊടുക്കുക, എന്നിട്ട് അവരുടെ കണക്കുകൾ വാങ്ങിക്കുക. അപ്പോൾ അദ്ദേഹം കണക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നിട്ട് കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പണം സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടർ കൊടുക്കണമെന്നാണ്. വൈസ് ചാൻസലർക്ക് ഒരു നിർദ്ദേശമില്ല, യൂണിവേഴ്സിറ്റിക്ക് ഒരു നിർദ്ദേശമില്ല, രജിസ്ട്രാർക്ക് ഒരു നിർദ്ദേശമില്ല. അതേസമയം ഇന്നലെ VC പണം തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലാക്രമിക്കുന്നു. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തതുകൊണ്ടാണോ? അപ്പോൾ ഒരാളെ കുറ്റക്കാരനാക്കി കണ്ടെത്തിയിട്ട് ആക്രമിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മിടുക്കന്മാരായ കുട്ടികൾ അവർ വിചാരിക്കുന്നത് ഞാനെന്തിനാണ് ഈ കലാപക്കൂട്ടത്തിൽ പോരുന്നതെന്ന്. അതേസമയം പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ കേരളത്തിലെ മിടുക്കന്മാരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികൾ മിടുക്കന്മാരാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അവർ ജർമ്മനിയിൽ പോകും, അവർ അമേരിക്കയിൽ പോകും, അവർ ബാംഗ്ലൂർ പോകും, അവർ ഹൈദരാബാദ് പോകും. അപ്പോൾ ഇവിടുത്തെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. അവസാനം അങ്ങനെയൊന്നും പോവാൻ കഴിവില്ലാത്ത, പാങ്ങില്ലാത്ത പാവപ്പെട്ട കുട്ടികൾ ഇവിടെ വന്നു ചേരും ഗവൺമെൻറ് കോളേജുകളിൽ. അവരെയാണെങ്കിൽ ഈ കലാപകാരികൾ നശിപ്പിക്കും. 54 ലക്ഷം രൂപ കേരള യൂണിവേഴ്സിറ്റിക്ക് ഈ കലോത്സവം, യുവജനോത്സവം നടത്താനായി അനുവദിച്ച തുകയെങ്കിൽ അത് ഈ സ്റ്റുഡൻറ്റ് സർവീസ് സൊസൈറ്റിക്ക് ശരിക്കും എങ്ങനെയാണ് ഈ ഫണ്ട്? സർവകലാശാലയുടെ ഫണ്ട് തന്നെയാണോ വരുന്നത്? അതായത് സർവകലാശാലയുടെ ടോട്ടൽ ബഡ്ജറ്റിൽ നിന്ന് ഓരോന്നിനും നമ്മൾ പൈസ ഇത്ര വർഷാവർഷം 54 ലക്ഷം രൂപ കേരള, അതിൽ ചിലപ്പോൾ കൂടുതലുണ്ടാവും. 54 ഇപ്രാവശ്യം 54 ലക്ഷം രൂപ. അതിൽ യുവജനോത്സവം നടത്താൻ 30 ലക്ഷം, പിന്നെ മറ്റ് പല പരിപാടികൾ നടത്താൻ അതിൽ 30 ലക്ഷം ആദ്യം കൊടുത്തത് അവർ ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 24 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലവഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം വൈസ് ചാൻസലറെ ആരും അറിയിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചില്ല. വൈസ് ചാൻസലർ വീട് ആക്രമിക്കുകയും എന്നിട്ട് ഞങ്ങൾക്ക് ഇനിയും ഒരു 50 ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതാണ് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് കോടതി പറഞ്ഞ ഇതൊന്നുമല്ല, അലോട്ട് ചെയ്ത പൈസ തന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മളോട് ആവശ്യപ്പെട്ടതോ അടുത്ത വർഷത്തെ പുതിയ യൂണിയൻ്റെ അവർക്കുള്ള 50 ലക്ഷം രൂപ എടുത്തരണം എന്ന് പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. ഒരു യുവജനോത്സവം ഈ കുട്ടികൾ നടത്തി, രണ്ടാമതൊരു യുവജനോത്സവം ഇതേ കുട്ടികൾക്ക് നടത്താൻ പറ്റില്ല. അതൊക്കെ സാമാന്യ ബുദ്ധി അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ആ വിഷയത്തിലോട്ട് അത്രയധികം കടക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടാക്കി അക്രമം നടത്തുക എന്നുള്ളത് ചില രാഷ്ട്രീയ സംഘടനകൾ അവർ ടാർഗറ്റ് ചെയ്യുന്നു ചില ആളുകളെ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ വൈസ് ചാൻസലറാണെങ്കിൽ അയാളെ എന്ത് വില കൊടുത്തും അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അയാൾക്കെതിരായിട്ട് അക്രമങ്ങൾ നടത്തുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ അടുത്ത കാലം വരെ ഒരേ ഒരു സ്ഥിരം വൈസ് ചാൻസലർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ അഡീഷണൽ ചുമതല. ഇപ്പോൾ കാലിക്കറ്റിൽ പുതിയൊരു വൈസ് ചാൻസലർ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും മറ്റുമൊക്കെ ഓരോ വൈസ് ചാൻസലർമാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഇതേപോലെ ഈ സംഘടനകൾ ചെന്ന് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നിപ്പോൾ അങ്ങേക്ക് തിരിച്ചടി കിട്ടി. അതായത് അങ്ങ് പിരിച്ചുവിട്ട യൂണിയനെ കാലാവധി തുടരുന്നവരെ തുടരാമെന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. അത് അങ്ങേക്കുള്ളൊരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ പറയില്ലേ, ഈ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ അടി തിരിച്ചടി എന്ന 2 വാക്കുകളല്ലാതെ വേറെ ഒരു വാക്കും അവർക്കറിയില്ല. ഇവിടെ ആർക്ക് തിരിച്ചടി നൽകി? അതായത് ഈ യൂണിയൻ്റെ കാലാവധി ഈ മാസം 26-ാം തീയതി കഴിയുന്നു. അപ്പോൾ പുതിയൊരു യൂണിയൻ വരണ്ടേ? അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ചേർന്നുകൊണ്ടാണ് കൗൺസിലേഴ്സിൻ്റെ ജനറൽ കൗൺസിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇലക്ഷനും കഴിഞ്ഞതായിട്ട് ഇലക്ഷൻ ഓഫീസ് ഞങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ ചേർത്തുകൊണ്ടൊരു ജനറൽ കൗൺസിൽ രൂപീകരിക്കുന്നു. അപ്പോൾ എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി എന്താ ചെയ്യുക? ഉടനെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ ഇവിടെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കാലാവധി എന്ന് വരെയാണ് അതുവരെ പോകും. അതിൽ വേറെ തർക്കമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അടിയന്തരമായിട്ട് തന്നെ അതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇത് അടിയന്തരമായിട്ട് തുടങ്ങാനുള്ള കാരണം എന്താ? അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ അസംബ്ലി ഇലക്ഷന് മുമ്പ് ഇത് നടത്തിയിട്ടില്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ 26-ാം തീയതി അവരുടെ കാലാവധി തീരുന്നതിനൊരു 2 ആഴ്ച മുമ്പ് അങ്ങ് യൂണിയൻ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പിരിച്ചുവിട്ടത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ?
അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിരിച്ചു വിട്ടിട്ടില്ലല്ലോ. പുതിയ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ ഇലക്ഷൻ്റെ ഡേറ്റുകൾ അനൗൺസ് ചെയ്യണം. അതിന് ശേഷമേ അപ്പോൾ കുട്ടികളും അവിടെ കോടതി ചെന്നപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടാണ്, 26-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങളില്ല. വാസ്തവത്തിൽ ഈ കുട്ടികൾ എന്നെ വന്ന് കണ്ടിട്ട് അവർക്ക് ഒരു 6 മാസം കൂടി എക്സ്റ്റൻഷൻ വേണമെന്ന് ചോദിച്ചിരുന്നു. അതാരും വെളിയിൽ പറയുന്നില്ല, ഞാൻ ഇപ്പോൾ പറയാണ്. 6 മാസം കൂടി ഞങ്ങൾ എക്സ്റ്റെൻഡ് ഈ അസംബ്ലി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല. എന്നാണോ നിങ്ങളുടെ തീരുന്നത് അന്ന് തീരും. അത് കഴിഞ്ഞിട്ട് ജനറൽ ബോഡി ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കലാപം ഉണ്ടാക്കിയത്. ഇവിടെ ആരെ പിരിച്ചുവിടുന്നത്? 26-ാം തീയതി പിരിഞ്ഞു പോകുമല്ലോ. പിരിച്ചു വിടേണ്ട കാര്യം എന്താണ്? എന്നിട്ട് തിരിച്ചടിച്ചു. ഇവിടെ വൈസ് ചാൻസലർ എന്താ ചെയ്തിരിക്കുന്നത്? വൈസ് ചാൻസലർ ഇലക്ഷൻ കഴിഞ്ഞാൽ നോട്ടിഫൈ ചെയ്യണം. നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നോട്ടിഫൈ ചെയ്തതിൽ നിന്ന് ഇലക്ഷൻ നടക്കണം. അത് പിന്നീട്. കാരണം കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി കീഴിലെ എല്ലാ കോളേജുകളിൽ നിന്നും കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ വരേണ്ടത്. അത് ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ കോളേജുകളിൽ നിന്ന് പുറത്താവും. ഏപ്രിൽ മെയ് ആകുമ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ അവർ പുറത്താവും. അപ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ ഇല്ലാതെ വരും. സോ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു മേക്ക് ദം വോട്ട് ഫോർ ദ നെക്സ്റ്റ് ഇലക്ഷൻ. അവരുടെ യൂണിയനാണ് വരേണ്ടത്. അതങ്ങനെ വരുള്ളൂ. അത് വരികയും ചെയ്യും. എന്നിട്ട് VC പൈസ തന്നില്ല എന്ന് കലാപം ഉണ്ടാക്കിയിട്ട് കോടതി പറഞ്ഞ എന്താണ്? സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടർ പൈസ തന്നിട്ടില്ല എന്ന്. അപ്പോൾ കോടതി പറഞ്ഞു സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറെ നിങ്ങൾ പൈസ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ VC ഇല്ലല്ലോ. പിന്നെ എങ്ങനെ VCയെ തിരിച്ചടിച്ചു എന്ന് പറയുന്നത്? അക്രമവാസനയുള്ള ഒരു വിദ്യാർത്ഥി കേന്ദ്രമാക്കി മാറ്റുന്നുള്ള പ്രധാന കാരണം സിൻഡിക്കേറ്റുകളാണ്. അത് ഞാൻ അടിവരയിട്ട് പറയുന്നു. കോഴിക്കോട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലാം ഈ രീതിയിൽ തന്നെയാണ്. അതേസമയം എനിക്ക് തോന്നുന്നു ലോ യൂണിവേഴ്സിറ്റി, നുവാൽസ്, ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പോലും നമ്മളാരും കേൾക്കുന്നില്ല. കാരണം അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയെ വാർത്ത കേൾക്കുന്നത് അടിച്ചമർത്തിയും തിരിച്ചടിച്ചു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴല്ലേ. വളരെ ഭംഗിയായിട്ട് വിദ്യാഭ്യാസം നടക്കുന്നു. അതുപോലെ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി, അതും ഇതേപോലെ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരുവിധം പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികൾ സാമാന്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാം അല്ല, പക്ഷേ എങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്ട്രക്ചറൽ ചേഞ്ച് ഇത് അക്കാഡമിഷ്യൻസിനെ ഏൽപ്പിക്കണം. പൊളിറ്റീഷ്യൻസ്, ദാറ്റ് ഓൾസോ യഥാർത്ഥ പൊളിറ്റീഷ്യൻസ് അല്ലാത്ത പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യതന്ത്രജ്ഞന്മാരാണ്. പീപ്പിൾ ഹു ഹാവ് ഗോട്ട് എ ബ്രോഡർ വിഷൻ, ഒരു പ്രൊഫഷണലിനെക്കാളും ബ്രോഡർ വിഷനുള്ള ആളുകളാണ് നമ്മുടെയൊക്കെ വളരെ വളരെ പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാർ. അവരല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിമിതമായ ബുദ്ധിയും അവരുടെ പരിമിതമായ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് കലാപങ്ങൾക്ക് ഒരു നേതൃത്വം നൽകുകയാണ്. ഇത് ഞാൻ പച്ചയ്ക്ക് പറയുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഇത് രണ്ടും കാണുന്ന ഒരാൾ ഒരുപക്ഷെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോഗ്യ സർവകലാശാലയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും നല്ല കമ്പാരിസണാണ്. ഒരിടത്ത് പ്രശ്നങ്ങളില്ല, സമാധാനം, മറ്റൊരിടത്ത് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം, കുഴപ്പമൊന്നുമില്ല. ഈ VC പറയുന്നത് ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷേ അതിനെ എതിർക്കുകയും ചെയ്യാം. പക്ഷേ എതിർക്കുന്നതിന് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ടാവണം, വസ്തുതാപരമായ കാര്യങ്ങളുണ്ടാവണം. ഒരു കാരണവുമില്ലാതെ എതിർക്കുക, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയല്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോകേണ്ടത്. ഇവിടെ തന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യം എന്താണ്? വൈസ് ചാൻസലർ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട അക്കാഡമിക് ഹെഡാണ്. അതിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഏറ്റവും മികച്ച ഒരാളെ നിയമിക്കുകയേ വേണ്ടൂ. അതിന് UGC അതിന് കൃത്യമായ നിയമം പറഞ്ഞിട്ടുണ്ട്. UGC പറഞ്ഞിരിക്കുന്നത് അതിനൊരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവണം. അവർ സെർച്ച് ചെയ്തിട്ട് 3 പേരുടെയോ 5 പേരുടെയോ ഒരു പാനൽ കൊടുക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ചാൻസലർ അതിൽ നിന്ന് ഒരാളെ ആക്കണം. ഇത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ്റെ കാലത്ത്, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ ഫിലോസഫറായ പ്രസിഡന്റ് രാധാകൃഷ്ണൻ്റെ കാലത്തുണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ഇവിടെ ഈ അടുത്ത കാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് പാലിക്കാൻ തർക്കം, അതിൻ്റെ പേരിൽ തർക്കം. ഇപ്പോൾ വൈസ് ചാൻസലർ ഞാൻ പറയുന്ന ആളായിരിക്കണം. വൈസ് ചാൻസലർ ഞാൻ പറയുന്ന ആളാകണം എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളാകണം. ഞാൻ പറയുന്നത് എന്താണ് കേൾക്കേണ്ടത്? വിദ്യാർത്ഥികൾക്ക് തോന്നിയാസം കാണിക്കാൻ അനുവദിക്കുന്ന ആളായിരിക്കണം. അധ്യാപകരെ യോഗ്യതയില്ലാത്ത ഉള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ആളായിരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളല്ലല്ലോ വൈസ് ചാൻസലർ ആവേണ്ടത്. ഹി മസ്റ്റ് ബി ആൻ അക്കാഡമീഷ്യൻ ഓഫ് ഗ്രേറ്റ് കാലിബർ, എൻ ഓണസ്റ്റ് മാൻ.
അങ്ങനെയുള്ള ഒരാളല്ലേ വേണ്ടത്. അതാണ് പ്രസിഡന്റ് രാധാകൃഷ്ണനും UGC ഒക്കെ പറയുന്നത്. അതിനെന്തിനാണ് തിരുത്തുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ 14 സർവകലാശാലകളിൽ ഇപ്പോഴും 10 സർവകലാശാലകളിലും ഒരു സ്ഥിരം VC നിയമിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ അങ്ങ് ചൂണ്ടിക്കാട്ടി ഈ വിഷയം തന്നെയാണോ പ്രധാന? ഇത് തന്നെയാണ് വിഷയം. ആര് നിയമിക്കും? ഈ വൈസ് ചാൻസലറുടെ ഉടമ ആരാണ്? അതായത് ഭരിക്കുന്ന ഗവൺമെൻറ്റാണോ അതോ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണോ? സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് നിയമപരമായ അവകാശം. അതേസമയം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം വേറെയാണ്, അതിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുക. പിന്നെ ഈ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുരുതരമായ തെറ്റുണ്ടെങ്കിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്നതാണല്ലോ. പക്ഷേ വൈസ് ചാൻസലറെ തന്നെ നിയമിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്ര കൊല്ലമായി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റാത്തത്? ഞാൻ തന്നെ 2 യൂണിവേഴ്സിറ്റി കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? ആരോഗ്യ സർവകലാശാലയിൽ വളരെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന എന്നെ യൂണിവേഴ്സിറ്റി കേരളയുടെ ചുമതല ഏൽപ്പിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാവുന്നത്? ഞാൻ പിന്നെ അത് ഏറ്റെടുക്കാൻ കാരണം ഇത് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളത്. പക്ഷേ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അത് അൺനെസസറി ടെൻഷൻ ആൻഡ് പെയിനാണ്. അതേസമയം വളരെ വളരെ മിടുക്കന്മാരെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ യൂണിവേഴ്സിറ്റികളെ ഭംഗിയായിട്ട് നയിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ വൈസ് ചാൻസലർ നിശ്ചയിക്കണമെങ്കിൽ അതിനൊരു 3 മെമ്പർ കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട അംഗം യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് തിരഞ്ഞെടുക്കുന്നയാളാണ്. പിന്നെ ഗവർണറുടെ നോമിനി, അതുപോലെ UGCയുടെ നോമിനി. 2 പ്രാവശ്യം സെനറ്റ് കൂടിയിട്ടും കേരള യൂണിവേഴ്സിറ്റി ഒരു സെനറ്റ് മെമ്പറെ കൊടുക്കാൻ തയ്യാറായില്ല. കേരള യൂണിവേഴ്സിറ്റിക്കല്ലേ പുതിയ VC വേണമെന്ന് ആഗ്രഹം ഉണ്ടാവേണ്ടത്? അത് സെനറ്റല്ലേ കൊടുക്കേണ്ടത്? ഗവർണറെക്കാളും UGCയെക്കാളും താല്പര്യം സെനറ്റിനാണ് വേണ്ടത്. ഞങ്ങൾക്കൊരു സ്ഥിരം VC വേണമെന്ന്. അപ്പം ഞാൻ ചോദിക്കേണ്ടത്, എന്നെ തന്നെ നിങ്ങൾക്ക് സഹിക്കാനാണോ താല്പര്യം? നല്ലൊരാളെ വേണ്ടേ? സ്ഥിരമായിട്ടൊരു VC വേണ്ടേ? അപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ കാണുന്നത് അക്കാഡമിക്കായിട്ടല്ല, വിദ്യാഭ്യാസപരമായിട്ടല്ല, കുട്ടികളുടെ മികവിനായിട്ടില്ല, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായിട്ടല്ല, ചെറിയ പൊളിറ്റിക്കൽ ലാഭം. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇയാളെ ആക്കണം. എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് അയാളെ ആക്കണ്ട. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. നമ്മൾ യു ഹാവ് ടു തിങ്ക് ഇൻ എ ലാർജർ പെർസ്പെക്റ്റീവ്. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ സർക്കാരും ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ടായിരുന്നത് 2 സർവകലാശാലകളെ ചുറ്റിയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും VC-മാർ. പക്ഷേ അത് ഒരിക്കലും ഇവർ തമ്മിലൊരു ഒത്തുതീർപ്പ് ഫോമുല എന്ന രീതിയിൽ ആ രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പ്രചരിച്ചത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ദർ വാസ് എ സെലക്ഷൻ കമ്മിറ്റി, 4 പേര് അടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റി. അവർ ഒരു ആൾക്കാരെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഒരാൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും അപ്പോയിൻ്റ് ചെയ്തു, ഗവർണർ അപ്പോയിൻ്റ് ചെയ്തു. അതിൻ്റെ പുറകിൽ ഒത്തുതീർപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ അങ്ങയുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ മുക്തമായ ഒരു സർവകലാശാലകളാണോ സാമൂഹ്യ അന്തരീക്ഷത്തിന് ഏറ്റവും മികച്ചത്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ രീതിയിലാണ്. കോടതി പറഞ്ഞിരിക്കുന്നതാണ്, ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ഹൈക്കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ കോളേജുകളിൽ നടക്കേണ്ടത് വിദ്യാഭ്യാസം, അക്കാഡമിക് എൻവയോൺമെൻറ്റ്. കോളേജുകളിൽ നടക്കേണ്ടത് ഗവേഷണം, അതായത് പുതിയ നോളജ് സൃഷ്ടിക്കുന്ന ഗവേഷണവും സൃഷ്ടിക്കപ്പെട്ട നോളജ് ഡിസമിനേറ്റ് ചെയ്യുന്ന പഠനവും. ഇത് രണ്ടുമാണ് നടക്കേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഈ കേരള സംസ്ഥാനം മുഴുവനും ഉണ്ടല്ലോ, അവിടെ എല്ലാം പ്രവർത്തിക്കാമല്ലോ. അവിടെ ഏതാനും മണിക്കൂറുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന, പരീക്ഷകൾ എഴുതുന്ന വലിയൊരു ശതമാനവും പാവപ്പെട്ട കുട്ടികളെ തെരുവിലിറക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? അത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കാം. ധനികർ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലും നടക്കുന്നില്ല. ഞാനത് തറപ്പിച്ച് പറയുകയാണ്. ധാരാളം ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ മിക്കവാറും പേര് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു സമരവുമില്ല. അതേസമയം ഒരു നേരത്തെ 2 നേരത്തെ ഭക്ഷണത്തിന് പോലും പാടുപെടുന്ന ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ കലാപം വരുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. ആ അഭിമാനം എനിക്കുണ്ട്.
അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഞങ്ങളും ഒക്കെ തന്നെ വളരെ സാമ്പത്തികമായ പുറകിലുള്ള സ്ഥാനത്ത് വന്നാണ്. അവരൊക്കെ വളർന്നിട്ടുണ്ട്, അവരൊക്കെ ഇന്ന് നന്നായിട്ടുണ്ട്, ഏറ്റവും മികവൻ. അങ്ങയുടെ മക്കളൊക്കെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു, അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു അങ്ങ്? അല്ല, ആ സമയത്ത് ധൈര്യം കുറഞ്ഞു. എല്ലാ അധ്യാപകരുടെയും എല്ലാവരുടെയും അവസ്ഥ അതാണ്. ധൈര്യം കുറഞ്ഞു. പിന്നെ കുറച്ച് കൂടുതൽ ഫീസുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ പണവും ഉണ്ടായി. നമ്മൾ എല്ലാവരും അതാ വെച്ചാൽ, ഞാൻ ഇപ്പം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ വലിയ സാമ്പത്തിക സ്കൂളിൽ പഠിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ അവർ എന്തുകൊണ്ട് അവരുടെ അനുയായികളെ മറ്റ് സാധാരണ സ്കൂളുകളെ നശിപ്പിക്കരുതെന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു അച്ഛൻ എപ്പോഴും അച്ഛനാണ്, അമ്മ എപ്പോഴും അമ്മയാണ്. അവരുടെ എല്ലാ കഴിവും കൊണ്ട് പഠിപ്പിക്കും. പക്ഷേ ഈ നല്ല സ്കൂളുകളെ, സർക്കാർ കോളേജുകളെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഇത് എന്ത് എളുപ്പമായിരുന്നേനെ. അത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ മികവാർന്ന സ്കൂളുകളെയും മികവാർന്ന ഗവൺമെൻറ് കോളേജുകളെയും നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതും, മികച്ച കുട്ടികൾ അവിടെ പോയി പഠിക്കുക. മികച്ച കുട്ടികൾ അവിടെ പഠിച്ചാൽ മതി, അവരത് റെഡിയാണ്. പക്ഷേ അവർക്ക് ഭയമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തേ പറ്റും. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസം, രാജ്യത്തെ പല സ്ഥലങ്ങളിലുമുള്ള വിദ്യാഭ്യാസ പ്രശ്നം യാദൃശ്ചികമല്ല. അത് നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ചില ഗൂഢശക്തികളുടെ പ്രവൃത്തികളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അവരുടെ ഇടപെടലിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പലരുമൊക്കെ പെട്ടിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവരാണ് ഫ്യൂച്ചർ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതല്ലേ? ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ മരുന്ന് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അക്രമികൾക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അവർ വീട്ടിലിരുന്ന് അച്ഛനും അമ്മയോടും ചേർന്നിരുന്നിട്ട് പഠിച്ചിട്ട് അച്ഛനും അമ്മയ്ക്ക് തണലാവേണ്ടവരല്ലേ? നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ എങ്ങനെയാണ് സാർ? ഈ ഡ്രഗ്സ്, മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു വ്യാപനമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? അത് കുറയുന്നുണ്ടോ? കുറയുന്നില്ലെന്ന് മാത്രമല്ല, അത് കൂടുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഭരണ സംവിധാനത്തിനും ചെയ്യാം. അക്കാഡമിക്ക് കരുത്തുറ്റ ഭരണ സംവിധാനം ഇത്തരം കലാപകാരികളെ നിയന്ത്രിക്കാൻ തൻ്റെ ഇടത്തോടെ വന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് സർവകലാശാല അധികൃതർക്ക് ഇതിനകത്ത് ഒരു സർവകലാശാല അധികൃതർ, വൈസ് ചാൻസലർക്ക് പോയി ഒരാളെ ചെവിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. ചെവിക്ക് പിടിക്കണമെങ്കിൽ അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് ലോ എൻഫോഴ്സിങ് ഏജൻസി വേണം. ഈ ഡ്രഗ് അഡിക്റ്റുകളെ ജയിലിലടയ്ക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയല്ല ചികിത്സ അവർ ചെയ്യേണ്ടത്. ഞാൻ ഡോക്ടറാണ്. അവരെ കൃത്യമായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ കൊണ്ടുപോയി നല്ല കുട്ടികളായി മാറ്റി കൊണ്ടുവരണം. അവരെ സമൂഹത്തിന് ആവശ്യമുള്ളവരായി മാറ്റണം. അൺഫോർച്യുനേറ്റ്ലി അതാരും ചെയ്യുന്നില്ല. കാരണം അവർ പലരും നല്ല പൊസിഷനുകളിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത്തരം പ്രവണതകൾ പോലും അങ്ങ് പറഞ്ഞതുപോലെ പ്രൈവറ്റ് കോളേജ്, സ്വകാര്യ കോളേജുകളെ അപേക്ഷിച്ച് സർക്കാർ കോളേജുകളിലാണ് ഈ പ്രവണതകൾ വളരെയേറെ കൂടുതലുള്ളത്. ആണ്. സ്വകാര്യ കോളേജിൽ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വകാര്യ കോളേജുകളിലുണ്ട്. പക്ഷേ അവിടെ വിശേഷിച്ച് നല്ല മാനേജ്മെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവരിടപെടുകയും അവനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. ആ കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അച്ഛനും അമ്മയും വിളിച്ചു വരുത്തുന്നുണ്ട്. അച്ഛനമ്മയും വിളിച്ചു വരുത്തിയിട്ട് കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ട്. കുറേയൊക്കെ ശരിയാവുന്നുണ്ട്. ഇവിടെ അച്ഛനമ്മയും വിളിച്ചു വരുത്താൻ പറയില്ല. അധ്യാപനത്തിലും അവിടെ മാനേജ്മെൻറ്റ് നിയന്ത്രിക്കാൻ കഴിയുന്നു, ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ശരിക്കും നിയന്ത്രിക്കേണ്ടത് ആരാണ്? നിയന്ത്രിക്കേണ്ട ഭരണ സംവിധാനങ്ങൾ ഇവർക്ക് കൂടെ പിടിക്കുന്നു. നിയന്ത്രിക്കേണ്ടത് ഇപ്പോൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലിന് കൃത്യമായ പവർ കൊടുത്തു കഴിഞ്ഞാൽ, കോളേജിലെ ഹെഡ് മാസ്റ്റർക്ക് കൃത്യമായ പവർ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ കൃത്യമായ പവർ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൽമാരും ഹെഡ് മാസ്റ്റർമാരും ഇല്ല എന്നല്ല, അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉള്ള ആളുകളെ ആക്രമിക്കപ്പെടുന്നു, അവരെ ഘരാവ് ചെയ്യപ്പെടുന്നു, അവരെ മുറിയിൽ പൂട്ടിയിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമ സംവിധാനം അവരെ സംരക്ഷിക്കണം. അത് പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നാടിനെ നാശത്തിന് വിടരുത്. കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ.
ഇല്ല, പലപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കോളേജുകളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ അതിന് എതിർവാദം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിലെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തുടച്ചു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഈ സംഘടനകളുടെയും അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുടെയും മാനേജ്മെൻറ്റൊക്കെ ഒരു വലിയൊരു പിടിമുറുക്കമുണ്ടാകും. കാരണം പലപ്പോഴും ഈ ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് അധ്യാപകരായാലും മാനേജ്മെൻറ്റൊക്കെ ആയാലും പൂർണ്ണമായും സുതാര്യമാണ് എന്ന് അങ്ങേക്ക് 100% ഉറപ്പ് പറയാൻ കഴിയുമോ? ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം കാര്യങ്ങളിലൊന്നും അല്ല ഇടപെടുന്നത്. അവരിടപെടുന്നത് അവർ തന്നെ ഒരു മാഫിയായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ കോളേജുകളിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് കൂടുതൽ ഫീസ് വാങ്ങുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ വേറെ ക്രൂരതകൾ നടക്കുന്നു എന്നൊക്കെ പറയാം. അത്തരം വിഷയങ്ങളിൽ ഇവരാരും ഇടപെടാറൊന്നുമില്ല. അത്തരം വിഷയങ്ങളൊക്കെ കുട്ടികളെ സഹിക്കും. മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഇവർ ചിലപ്പോൾ നിന്നൊന്നും വരും. ഇവരെ സംബന്ധിച്ച് ഇവർ തന്നെ ഒരു സംഘടനയും മാഫിയയുമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം, വിദ്യാർത്ഥിയുടെ ചർച്ചകളെല്ലാം വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ കോളേജുകളിലും ഇലക്ഷനുള്ളത്. എല്ലാ കോളേജിലും ഇലക്ഷനുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുണ്ട്, യൂണിയൻ ആക്ടിവിറ്റി ഉണ്ട്, എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയനുണ്ട്, ഡെമോക്രസി ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന, ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റി യൂണിയനുണ്ട്. അവർക്ക് 54 ലക്ഷം രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ആ പൈസ ആ കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. ആ കുട്ടികളോട് തന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക, അതിൻ്റെ വൗച്ചറുകൾ കൊണ്ടുവരിക, എന്തെങ്കിലും തെറ്റ് പറ്റിയാലും, കാരണം കുട്ടികളെന്ന് നമ്മൾ ക്ഷണിക്കും. പക്ഷേ ഈ പണമൊന്നും ഉപയോഗിക്കുന്നത് അവരല്ല. അവരവരുടെ ചില നേതാക്കന്മാരെ പണം ഏൽപ്പിക്കുകയും അവരത് ഉപയോഗിച്ചിട്ട് അവർ കൊടുക്കുന്ന വൗച്ചർ ഈ കുട്ടികൾ കൊണ്ടുവരികയും ചെയ്യും. ഇത് യാഥാർത്ഥ്യമാണ്, ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. എന്നിട്ട് ആ വൗച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പാസ്സാക്കുന്നത്. അപ്പോൾ കുട്ടികൾ വാസ്തവത്തിൽ ഇൻറ്റേർണൽ ഡെമോക്രസി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കോളേജ് യൂണിയൻ ഇലക്ഷനുകളിൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട്. അവർക്ക് പ്രവർത്തിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന സംഘടന ആ സ്വാതന്ത്ര്യം ഹനിച്ചിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ ഇലക്ഷൻ നടക്കാറില്ലല്ലോ. അതെന്താ അങ്ങനെ നടക്കാത്തത്? കാരണം മറ്റൊരു സംഘടനയെ അവിടെ അനുവദിക്കില്ല. കേരളത്തിലെ മിക്കവാറും കോളേജുകളിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അല്ലല്ലോ, പലതരം ചിന്തിക്കുന്ന ആളുകളില്ലേ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയം മാത്രമാണ് എപ്പോഴും ശരി, അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് വേണ്ടത് സംഘട്ടനമല്ല, നമുക്ക് വേണ്ടത് സംഘർഷമല്ല, സംവാദമാണ്, പരസ്പരം വർത്തമാനം പറയലാണ്. ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പരസ്പരം വർത്തമാനം പറഞ്ഞ് സ്നേഹത്തോടെ കടന്നാലല്ലേ അവർ നാട്ടിൻ്റെ പൗരന്മാരാകാൻ പറ്റുള്ളൂ. അതൊന്നും നടക്കുന്നില്ല. അങ്ങ് പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്, കേരള സർവകലാശാലയിലാണ്. അങ്ങ് പഠിക്കുന്ന കാലത്ത് അങ്ങ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി, പ്രസ്ഥാനവുമായി ചേർന്ന്, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുമായി ചേർന്ന് അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു? ഒന്നിലും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്, ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു ഇൻഡിപെൻഡൻ്റായിട്ട് ഡോക്ടർ മോഹനൻ കെ എന്ന നിലയിൽ ഇലക്ഷൻ നിൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ യൂണിയൻ ചെയർമാനാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ധാരാളം സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അവരത് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ സംവാദം നടത്തുക? ഇന്നും എന്നെ അവർ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ട് ഇലക്ഷൻ നിന്നയാളെ ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അങ്ങനെയല്ലേ നമ്മൾ വളരേണ്ടത്? അപ്പോൾ നിലവിൽ ഈ സർവകലാശാല നേരിടുന്ന ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അങ്ങ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാര മാർഗം? ഒന്ന്, അമിതമായ രാഷ്ട്രീയവൽക്കരണം നിയന്ത്രിക്കുകയും യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ചുമതല അക്കാഡമിഷ്യൻസിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റിയുടെയും മറ്റുമൊക്കെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ തന്നെ മിക്കവാറും എല്ലാം ആവും. നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇപ്പം സിൻഡിക്കേറ്റിൽ അക്കാഡമിഷ്യൻസ് വരട്ടെ, അതല്ലെങ്കിൽ മികവാർന്ന രാഷ്ട്രീയക്കാർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മികവാർന്ന രാഷ്ട്രീയക്കാർ, സംബഡി ഹു ഹാസ് പ്രൂവ്ഡ് ഹിസ് കപ്പാസിറ്റി, അങ്ങനെയുള്ള ആളുകൾ വരട്ടെ. അതിനു പകരം ഒരിടത്തും ഫിറ്റ് ചെയ്യാത്ത ആളുകളെ, എന്നാൽ പിന്നെ ഒരു തൊഴിൽ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് സിൻഡിക്കേറ്റിൽ കൊണ്ടിരുത്തുന്ന രീതി അത് പാടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം, നമുക്ക് വിദ്യാർത്ഥി പഠനം, വിദ്യാർത്ഥികളുടെ ചർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം.
അക്കാഡമിക് ആക്ടിവിറ്റീസ് ആകാം. അത് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കലല്ല, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ കഥ കടിച്ചു പൊളിക്കലല്ല, വൈസ് ചാൻസലറുടെ വീട്ടിൽ പോയി തെറി വിളിക്കലല്ല. അത് വിദ്യാർത്ഥി രാഷ്ട്രീയമാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ, അതല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം. സമരവേദികളൊക്കെ അങ്ങേക്കെതിരെ വരുന്ന ഏറ്റവും വലിയ വിമർശനം അങ്ങ് RSSൻ്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു. ആ വിമർശനങ്ങളോട് അത്തരത്തിൽ അങ്ങ് എങ്ങനെയാണ് നേരിടുന്നത്? പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതല്ല ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. ദേശത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്, ദേശത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അത് പറയുന്നത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. നാടിനെക്കുറിച്ച് എൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കാകെ ഒരു മകളേ ഉള്ളൂ. അവൾ MBBS കഴിഞ്ഞ ഡോക്ടറാണ്. അവൾ ഇന്ത്യൻ ആർമിയിലാണ്. ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റനായിട്ട് അവൾ ജോലി ചെയ്യുകയാണ്. ശ്രീനഗറിലാണ്. അതെൻ്റെ ഒരു വിഷനാണ്, എൻ്റെ മകളുടെ വിഷനാണ്. ഇത് ഭാരതത്തിൻ്റെ വിഷനോടുകൂടി അലൈൻഡാണ്. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.